തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികൾക്ക് സമീപത്തു കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങളായി കയറിയിറങ്ങുന്നുവെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് പാറശാല ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിനുള്ളിലെ രണ്ടു പ്രധാന കെട്ടിടങ്ങളിലൊന്ന് തമിഴ്നാട്ടിലും മറ്റൊന്ന് കേരളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്തു കൂടിയാണ് അപകടാവസ്ഥയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. ഏതു നിമിഷവും വലിയൊരു അപകടം പതിയിരിക്കുകയാണിവിടെ. നിരവധി തവണ വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചത്. പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയ KSEB ഉദ്യോഗസ്ഥർ LT ലൈൻ മാറ്റിസ്ഥാപിക്കുവാൻ 15 ലക്ഷം രൂപ വേണ്ടിവരുമെന്നറിയിച്ചു. പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കണമെങ്കിൽ തമിഴ്നാടിന്റെ പ്രദേശത്തു കൂടി വേണം KSEB ലൈനുകൾ മാറ്റാൻ. ഇതും സാങ്കേതിക തടസ്സമുണ്ടാക്കുന്നുണ്ട്. LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. അടിയന്തരമായി KSEB ലൈനുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാണ് മാനേജ്മെന്റും രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്നത്. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ്സുകാരനായ മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായപ്പോഴാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പാറശാലയിലും അങ്ങനെയൊരു അപകടമുണ്ടാകാൻ കാത്തിരിക്കുകയാണോ ഉദ്യോഗസ്ഥർ? റിനു ശ്രീധർ, 24, തിരുവനന്തപുരം.